തെറ്റ് ചെയ്തോളൂ. അതുകൊണ്ട് മരണത്തെ പേടിക്കരുത്. രാത്രിയിൽ ഞാനും പോലും ഒറ്റയ്ക്ക് എങ്ങനെയാണ് വീട്ടിൽ കഴിയണേ? നിനക്ക് ദൈവം കൂട്ടുണ്ടാവില്ല. നിന്റെ തോന്നിക്കാൻ മാറ്റിയേ. അതെ, നല്ലൊരു വഴിക്കിറങ്ങുമ്പോ തടസ്സം നിൽക്കാൻ പാടില്ല. അപ്പൊ ചേട്ടൻ പോയിട്ട് മറ്റേ മോളേത് വിളിച്ചത്. ഞാനും മോളും ചത്തുപോയാൽ നിങ്ങൾക്ക് സമ്മതം കാണില്ലല്ലോ. നിങ്ങൾക്ക് വിളിച്ചുകൊണ്ട് കൂടെ പറഞ്ഞാൽ വേറെ വേറെ അതാണ് ചോദിക്കാറുണ്ട്. ഒരു പുഷ്പവത്ത് തങ്കവന് അറിയില്ലേ? ചന്ദ്ര സോപ്പിന്റെ മകളെ മറ്റവളെ ഒരു സുമിത്ര അല്ലടി എണ്ണേ. അതെ അതെ. പിന്നൊരു ലളിതാ ശ്രീനിവാസൻ. വെറുതല്ല, ഇവളുടെ മുഖത്ത് കൊടുന്നൊരു മുഖത്തിരിക്കണത്. പുഷ്പോത്ത് തന്നോടി ഒരു കലാപം നടന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു മുഴുവൻ കേട്ടാ. കേട്ടു കേട്ടേ. അതെ, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. ഞാൻ കണ്ടുപിടിക്കാറുണ്ട്. നമ്മൾ കഞ്ചാവാണ് വയ്ക്കാറ്. നമ്മളിപ്പോ കൂട്ടുകാരല്ലേ? നീ അങ്ങനെ കരുതിക്കും. പക്ഷേ നിന്റെ കൂടെ കല്ലിന് കട്ടയിടുന്ന കൂതറ ചങ്ങാതിയല്ലെന്ന് ദൈവമാണെന്നുള്ള ബോധം. സംഗതിയൊക്കെ ശരി തന്നെയാണ്. പക്ഷെ ഇത്ര ഗുരുതരമായ വിഷയം കേട്ട ആർക്കാര്യത്തിൽ സഹാനുഭൂതി സങ്കടം തോന്നും. ഏത് പടച്ചതായിരിക്കും ഈ കൊക്ക ചോദിക്കാനുള്ള മുഖത്ത് ചോദിക്കും. അതെ, ഞാൻ പഠിച്ച തമ്പുരാനാണ്. ദൈവത്തിന്റെ മുഖത്ത് നോക്കി കഞ്ചാവടിക്കാറുണ്ടോ എന്ന് ചോദിക്കാനുള്ള ധൈര്യം നിനക്ക് എവിടെ കിട്ടി? അതെ, എന്തിനാണ് ചിരിക്കുന്നത് പറഞ്ഞാൽ എനിക്ക് ചിരിക്കാനാണ്. ഞാനേ നിന്റെ ഭാര്യയ്ക്ക് പറ്റിയ മണ്ടത്തരോട്ട് ചിരിച്ചു പോയി. മണ്ടത്തരത്തിന് കഴിക്കാനും പറ്റിയത് നമ്മളെന്നെ പഠിച്ച സാധനമല്ല. പുഷ്പോത്ത് തങ്കമണിയും സുമിത്രി എംടിയുടെ നോവലിലെ കഥാപാത്രങ്ങളാണെന്ന് മനസ്സിലാക്കാതെ പാവം നിന്റെ കാമുകി പാരാതെ തെറ്റിദ്ധരിച്ചില്ലേ? കാട്ടറങ്ങോടിച്ച് രാത്രിയിൽ വീട്ടിൽ ചെന്ന് ഉറക്കത്തിരിക്കേണ്ട പേരുകൾ വിളിച്ചു പറഞ്ഞ നോവല് വായിക്കാത്ത ഏത് ഭാര്യമാരും സംശയിച്ചു. ഇതാ പറഞ്ഞത്, കള്ളുകുടി കുടുംബത്തിൽ കലാപുണ്ടാക്കും. ദൈവം നോവലൊക്കെ വായിക്കാറില്ലേ? ഞാൻ വായിക്കാത്ത പുസ്തകങ്ങളില്ല. ഞാൻ വായിച്ചതിന് ശേഷമേ DCയും NBSഉം മാതൃഭൂമി ബുക്സും എന്ന് വേണ്ട ലോകത്തിലെ സകല പബ്ലിക്കേഷൻസും പുസ്തകങ്ങൾ പുറത്തിറക്കാറുള്ളൂ. അപ്പൊ പ്രൂഫ് റീഡർ ആണല്ലേ? കഥകൾ വായിച്ചിട്ട് അറിയാറുണ്ടോ? ഇല്ല. പക്ഷേ കലാകാരന്മാർ പുരസ്കാരങ്ങൾക്ക് വേണ്ടി കാണിക്കുന്ന ആക്രമണം കാണുമ്പോൾ കരഞ്ഞു പോവാറുണ്ട്. പിന്നെ നിന്റെയൊക്കെ ജീവിതത്തിന്റെ പ്രൂഫ് വായിക്കുമ്പോഴും കരഞ്ഞു പോകും. അപ്പൊ ഞാൻ ഈ പറഞ്ഞൊന്നും കേട്ടിട്ട് ഒരു വിഷമം തോന്നിയില്ല. എന്ത്? മനുഷ്യന് തന്നെ മനുഷ്യരുടെ സ്വത്തത നശിപ്പിക്കുന്നു. ജീവസന്ധാരണത്തിന് അനിവാര്യമായ പ്രകൃതിയെ നശിപ്പിക്കുന്നു. അതിന്റെ ഫലം മനുഷ്യർ തന്നെ അനുഭവിക്കുന്നു. എന്റെ വിഷമം അതൊന്നുമല്ല. പറഞ്ഞു എന്റെ അടുത്ത് ലീക്കാവൂല. എന്നെ വിശ്വസിക്കാം. നീ നല്ല വിശ്വാസിയാ. എന്റെ പേരിൽ പേക്കൂത്ത് കാണിക്കുന്നവരാ അന്ധവിശ്വാസി. ദൈവത്തിന്റെ സെന്റിമെന്റ്സ് കേൾക്കട്ടെ. ഈ ഭൂമിയിലെല്ലാം സൃഷ്ടിച്ചത് ഞാനാണെന്നല്ലേ എല്ലാവരും പറയുന്നത്? അതെ. മലകളും മരങ്ങളും പൂക്കളും പുഴകളും അങ്ങനെ എല്ലാം എന്റെ സൃഷ്ടിയാണെന്ന് പറയുന്നവർക്ക് എന്നോട് ഇച്ചിരിയെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ മരങ്ങൾ മുറിച്ചും മണൽ വാരി പുഴകൾ വറ്റിച്ചും മലയിടിച്ച് സമതലങ്ങൾ സൃഷ്ടിച്ചും ഈ ഭൂമി ജീവജാലങ്ങൾക്ക് വാസയോഗ്യമല്ലാത്ത മരുഭൂമിയാകുമോ? എന്റെ സൃഷ്ടി എന്ന് പറയുന്ന മനുഷ്യരെ തന്നെ മനുഷ്യരെ കൊന്നൊടുക്കുമോ?
മനുഷ്യൻ എന്നോട് കാണിക്കുന്ന പ്രാർത്ഥന എന്ന് പറഞ്ഞത് വെറും ആക്ടിംഗ്, ആത്മാർത്ഥതയില്ലാത്ത അഭിനയം. സത്യം പറയാനൊക്കെ എന്റെ ആരാധനാലയത്തിന് മുന്നിൽ വന്ന് നിന്ന് ചിലര് കാണിക്കുന്ന ഒരു ജാതി പ്രകടനം ഉണ്ടല്ലോ, അത് കാണുമ്പോ എന്റെ ആദ്യത്തൊട്ട് മൂട്ടി വരാനിച്ചു പിന്നെ എന്റെ കണ്ണ് നിറയും. അതെന്തിന്? മനുഷ്യര് നമ്മളോട് കാണിക്കുന്ന സ്നേഹം എന്ന് പറയുന്നത് വെറും ഒരു ഷോ വർക്കെന്ന് അറിയുമ്പോ ദൈവം അതിനെ കരഞ്ഞു പോകലാണ്. ദൈവം വിചാരിച്ച ഇതിനൊരു പരിഹാരം കാണാൻ പറ്റൂലേ? എന്ത് പരിഹാരം? നിങ്ങൾ തന്നെ ഓരോ കൊസ്രാക്കോളി ഉണ്ടാക്കി വെച്ചിട്ട് ഇതിനൊക്കെ പരിഹാരം കാണാൻ എന്റെ പണി. പിന്നെ ദൈവത്തിന് എന്തിട്ടാണ് പണി? നിങ്ങൾ തന്നെ ഓരോ കൊല്ലതായ്മ ചെയ്തു വെച്ചിട്ട് ഇതിനൊക്കെ പഞ്ചായത്ത് പറയാൻ ഞാനെന്താ നിങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റാ അതോ പാർട്ടി പ്രസിഡന്റ്? അത് ശരി, അപ്പൊ നമുക്ക് പണി തന്നെയാണ് പ്രധാന പണിയില്ലേ? ദൈവത്തിന് അപമാനിച്ച നിന്നെ ഈ നിമിഷം ഒന്നും ചെയ്യുന്നത് എനിക്കറിയാം. കാരണം എന്റെ ഉള്ളിൽ സത്യമുള്ളവരും ദൈവത്തോട് എന്ത് പറയാം, എന്ത് ചോദിക്കും? കാരണം ദൈവത്തോളം സഹിഷ്ണുതയുള്ള മറ്റൊന്നും ഈ ലോകത്തിലില്ല. നീ എന്താ സംസാരിക്കുന്നത്? സ്വന്തമായിട്ട് ന്യായം കണ്ടിക്കൊക്കെ സംസാരിക്കാറില്ല. അതെ, കുറെ കൊല്ലം മുമ്പ് സിനിമയിലെ ദൈവത്തിന്റെ മുഖത്തൊരാൾ കാർക്കിച്ചു തുപ്പിയിരുന്നു. നിർമാല്യം സിനിമയിൽ PJ ആന്റണിയുടെ വെളിച്ചപ്പാട്. അദ്ദേഹം ഒരു ഉപകരണം മാത്രമാണ്. അത് ജയിച്ചതാണെന്നറിയോ? വാസു. MT വാസുദേവൻ നായർ. നായരാണോ നമ്പ്യാരാണോ എന്ന് എനിക്കറിയില്ല. വാലുണ്ടാക്കിയത് നിങ്ങൾ. അതിനുശേഷം ജ്ഞാനപീഠം വരെയുള്ള പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് കൊടുത്തത്. ഇത്രയെങ്കിലും വിരോധം ഉള്ളിലുണ്ടായിരുന്നെങ്കിൽ അത് കൊടുക്കുമല്ലോ. പറ, എന്താന്ന് പറയുന്നത്? ഉത്തരം മുട്ടിപ്പോയല്ലേ? അതെ, ദൈവം എന്ന് പറഞ്ഞാൽ കയ്യിലൊരു ചൂരലുമായി നടക്കുന്ന ഹെഡ്മാഷല്ലത്. പരിസ്ഥിതിയാണ് പടച്ച തമ്പുരാനെന്ന് ഞാൻ പഠിച്ചത് MT യിൽ നിന്നാണ്.